നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ആലു പോഹ തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ അവൽ, ഉരുളക്കിഴങ്ങ്, സവാള, കറിവേപ്പില, ജീരകം, വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, അത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. ആദ്യം നമുക്കൊന്ന് അവലൊന്ന് കുതിർത്തി എടുക്കണം. ഒരുപാട് നേരം കുതിർക്കണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെള്ളം തോർത്തിയെടുത്ത് കളയണം. ഇനി ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജീരകമാണ്. നല്ല ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇത് നിലക്കടലയും ഇടുന്നവരുണ്ട്. എനിക്ക് നിലക്കടല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിലക്കടല ചേർക്കാത്തത്. ഹിന്ദിക്കാരൊക്കെ നിലക്കടലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടിങ്ങനെ എരിവൊന്നുമുള്ള ഇതല്ല കേട്ടോ. നമുക്ക് 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ വേവിച്ച് വെക്കാം ആദ്യം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പച്ചക്ക് ഇട്ടിട്ട് തന്നെ മൂടി വെച്ച് വേവിച്ചാലും മതി. ഞാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ച് വാങ്ങി വെച്ചതാണ് കേട്ടോ. അത് ഒരുപാട് ഉരുളക്കിഴങ്ങ് വെന്ത് പോയാൽ കൊള്ളത്തില്ല. അപ്പം ഇത് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് വാങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ട് അവൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് മല്ലിയിലയാണ്, ഇത് സാമ്പാർ മല്ലിയാണ്. മറ്റേ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് സാമ്പാർ മല്ലി ഇട്ടതാണ്. മല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിനകത്തേക്ക് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കണം. അപ്പം നമ്മുടെ ആലു പോഹ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവലിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സോസ് ചേർത്ത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒത്തിരി സ്പൈസസ് ഒന്നും ഇല്ലാത്തതാണ്. ശരിക്കും ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡാണ് കേട്ടോ. നമുക്കും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.